പട്ടാമ്പിയിൽ പി.കെ. രാജൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഫോർ ആയുർവേദ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. പാലക്കാട് എം.പി. രാജേഷ് ബിൽഡിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡിൽ ഗവൺമെന്റ് കോളേജിന് എതിർവശത്തെ പുതിയ ബിൽഡിംഗിലാണ് പി.കെ. രാജൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഫോർ ആയുർവേദ മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് എം.പി. രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പി.കെ. കുമാരൻ വൈദ്യരുടെ പത്നി പി.കെ. സരോജിനി നിലവിളക്ക് തെളിയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് ടി.കെ. നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു കുമാരൻ വൈദ്യൻ. എന്നാൽ വെറുമൊരു ചികിത്സകൻ എന്നതിനപ്പുറം പട്ടാമ്പിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും തന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒരു ചികിത്സകൻ മാത്രമല്ല, അതിനപ്പുറം സമൂഹത്തെ ആകെ ചികിത്സിക്കുന്ന ഒരാളാണ് എന്ന രൂപത്തിൽ പെരുമാറുകയും ഞങ്ങൾക്കെല്ലാം വളരെ വലിയ നേതൃത്വം നൽകുകയും ചെയ്തതാണ് കുമാരൻ വൈദ്യൻ. പ്രത്യേകിച്ച് രാജന്റെ അന്ത്യത്തിന് ശേഷം വളരെ വലിയ ധൈര്യത്തോടുകൂടി. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.P. വിനയകുമാർ, N. ഉണ്ണികൃഷ്ണൻ, C. അച്യുതൻ, M.S. കുമാർ, P. ഉണ്ണികൃഷ്ണൻ, ഭാസ്കര വാര്യർ, ഡോക്ടർ ഗോപിനാഥ്, ഡോക്ടർ P.K. ഹരിദാസ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പക്ഷേ ആ അറിയിപ്പിലെ ഒരുപാട് ദൗർബല്യങ്ങളെ കുറിച്ചും വീഴ്ചകളെ കുറിച്ചും ഇന്ന് ഓരോ അതുണ്ടാക്കുന്ന നിരവധി പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഇന്ന് വളരെയധികം തിരിച്ചറിവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പ്രകൃതി ആയിരക്കണക്കിന് വർഷങ്ങൾ ഗവേഷണപരമായി കണ്ടെത്തി അങ്ങനെ അവരുൾപ്പെട്ട അനേകം വൈദ്യന്മാരുടെ അനേകം ഗവേഷകന്മാരുടെ രാഷ്ട്രം തന്നെയാണ് ആയുർവേദം. നമ്മുടെ ഭാരത വാസ്തവമാണ്. വെറും സാധാരണ അതിന്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി അതിന് ശാസ്ത്രമാണെന്നുള്ള ആ മടി മാറ്റിയാൽ ചൈനക്കാർ അവരുടെ ചികിത്സാശാസ്ത്രം പ്രത്യേകിച്ച് ഒരു വിദേശ ഭാഷയിൽ ഇംഗ്ലീഷിനോട് കാണിക്കുന്ന അതേ ഒരു ശ്രമമുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഒരു വികസനം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ നഗരങ്ങളെ എല്ലാ കാര്യങ്ങളെ മാതൃകയാക്കുന്ന ഒരു മാറ്റമാണ് നമ്മൾ ചികിത്സാ രംഗത്തും ഇങ്ങനെ ആയുർവേദത്തിന് പകരം മറ്റു ബ്രിട്ടീഷ് ആയുർവേദക്കാരുമായിട്ടുള്ള ചില അപകടപരമായിട്ട് ഒരുപാട് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചികിത്സാശാസ്ത്രത്തിന്റെ ആശുപത്രി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മയ്ക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനം. ചേട്ടാ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പോലുമില്ല. ആയുർവേദ രംഗത്തെ പറ്റിയെല്ലാം സഖാവ് നാരായണദാസ് പറഞ്ഞു. ആയുർവേദത്തെ പറ്റിയും അലോപ്പതിയെ പറ്റിയെല്ലാം തന്നെ ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയാണ്. അത് ആയുർവേദമായ ഇതിന് ഈ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നടത്തി N.P. വിനയകുമാർ അവരുടെ സാക്ഷി. സഹകരണ മേഖലയിലുമൊക്കെ
പ്രവർത്തിക്കണമെന്ന് അറിയിച്ച് ആരംഭിച്ചതാണ് PK രാജൻ. ആദ്യമായിട്ടാണ് ഇന്നിവിടെ പുതിയ. അടുത്തതായി MS ഉമാർ അവരെ സാദരം ക്ഷണിക്കും. സാംസ്കാരിക പരിപാടിക്ക് ശേഷം വെള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരുപക്ഷെ അവസാനത്തെ സാംസ്കാരിക ഉദ്ഘാടനം സംബന്ധിച്ച് പറഞ്ഞത് തീർച്ചയായും ഒരു പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നുന്നില്ല. പൊതുപ്രവർത്തനത്തിൻ്റെ സംഘാടകൻ ദാസേട്ടൻ, മറ്റു വേദിയിലും സദസ്യമുള്ള പ്രിയമുള്ളവർ, ഇതൊരു നന്ദി പ്രകാശന പ്രസംഗം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതെ